നമസ്തേ. ഐ വാസ്, ഐ വർ, ഈ രണ്ട് പ്രയോഗങ്ങളും ശരിയാണോ? ഈ രണ്ടും ശരിയാണ്. ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ഐ ആണ് എങ്കിൽ ടു ബിയുടെ പാസ്റ്റ് ടെൻസ് ആയ വാസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഐ വർ എങ്ങനെ ശരിയാകും? The only time you would say I were is to talk about a hypothetical situation. അതായത് ഒരു ഇമാജിനറി സിറ്റുവേഷൻ, സാങ്കല്പിക സാഹചര്യത്തെ സൂചിപ്പിക്കാനാണ്. ഒരു ആഗ്രഹത്തെ, ഒരു വിഷനെ സൂചിപ്പിക്കാൻ, ഒരു അൺറിയൽ സിറ്റുവേഷനെ സൂചിപ്പിക്കാൻ ഈ സമയങ്ങളിലൊക്കെയാണ് ഐ വർ എന്ന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വാസ് അറ്റ് ദ സ്റ്റോർ. റിയൽ സിറ്റുവേഷൻ ആണ് അല്ലെ? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഐ വാസ് ദെയർ അറ്റ് ദ സ്റ്റോർ. ആ സ്റ്റോറിൽ ഞാൻ ഉണ്ടായിരുന്നു. അത് റിയൽ ആണ്. പക്ഷേ ആ സെന്റൻസ് ഐ വിഷ് ഐ വർ ദർ അറ്റ് ദ സ്റ്റോർ എന്നാക്കിയാലോ? അതായത് അവിടെ റിയൽ സിറ്റുവേഷൻ അല്ല, അത് ഒരു സാങ്കല്പിക സിറ്റുവേഷൻ ആണ്. ഞാൻ ആ സമയത്ത് ആ സ്റ്റോറിൽ ഉണ്ടായിരുന്നെങ്കിൽ, അത് ചിന്തയാണല്ലേ, അനുമാനമാണ്. അവിടെ റിയൽ ആയിട്ട് ഹാപ്പൻ ചെയ്തിട്ടില്ല. അവിടെ ഐ വാസ് എന്നതിനേക്കാളും ഐ വർ ആണ് നല്ലത്. ഇനി വേറൊരു ഉദാഹരണം കണ്ടാലോ? ഐ വാസ് ബ്രേവർ വെൻ ഐ വാസ് യംഗർ. ഐ വിഷ് ഐ വർ ബ്രേവർ. ഈ രണ്ട് സെന്റൻസുകളിലുമുള്ള വ്യത്യാസം, ആദ്യത്തേത് ഐ വാസ് ബ്രേവർ വെൻ ഐ വാസ് യംഗർ, അതൊരു ട്രൂ ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ ചെറുപ്പത്തിൽ കുറച്ചുകൂടി ധൈര്യവാനായിരുന്നു. പക്ഷെ രണ്ടാമത്തെ സെന്റൻസ് ഐ വിഷ് ഐ വർ ബ്രേവർ, അവിടെ ഒരു ആഗ്രഹമാണ്, ഒരു വിഷാണ്. ഐ വിഷ്, ഞാൻ കുറച്ചുകൂടി ധൈര്യവാനായിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹമാണ് അവിടെ പ്രകടിപ്പിക്കണേ. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. ഐ വിഷ് ഐ വർ സ്മാർട്ടർ. I wish I were 10 years younger. I wish I were taller. ഇപ്പൊ ടോളർ അല്ല, ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത്തിരി കൂടി ടോളർ ആയിരുന്നെങ്കിൽ എന്ന്. I wish I were with you now. I wish I weren't working. I wish I were at the beach. If I were you, I would take the new job. If I were a bird, I would like to dwell in the woods. If I were you, I would give up smoking. If I were not at the party, I would be at home reading a book. അതായത് to express a wish, recommendation or demand, it's better to use I were. I was ഉപയോഗിക്കുന്നതിനേക്കാളും I were ആണ് കൂടുതൽ ഇവിടെ ചേരുക. I was മാത്രമല്ല I were എന്ന പ്രയോഗവും ശരിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? Thank you.